UPI, റൂപേ ഡെബിറ്റ് കാർഡ് എന്നിവ വഴിയുള്ള ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് മർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് ഈടാക്കാൻ വീണ്ടും നീക്കം. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾക്ക് വ്യാപാരികൾ ബാങ്കുകൾക്ക് നൽകേണ്ട നിരക്കാണ് MDR. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ഇത് ഈടാക്കുന്നുണ്ടെങ്കിലും UPI, റൂപേ ഇടപാടുകൾക്ക് ഇപ്പോൾ ബാധകമല്ല. കൂടുതൽ വായ്പ എടുക്കുന്നതിന്റെ സാധ്യത തേടി മുഖ്യമന്ത്രി ഡൽഹിയിൽ. അതിനിടയിൽ ശ്രദ്ധേയമായൊരു പഠന റിപ്പോർട്ട്. കേരളത്തിന്റെ സഞ്ചിത കടം 4.81 ലക്ഷം കോടി രൂപ. 25 വർഷം മുമ്പ് സഞ്ചിത കടം 23,919 കോടി മാത്രം. തനത് വരുമാനം വർദ്ധിപ്പിക്കാതെ രക്ഷയില്ലെന്ന് പറയുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസും കേരള സിവിൽ സൊസൈറ്റിയും ചേർന്ന് നടത്തിയ പഠനം. വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം 15% കുറവെന്ന് സർക്കാർ പാർലമെന്റിൽ. കാനഡയ്ക്ക് പോകുന്നവർ 41% കണ്ട് കുറഞ്ഞു. അതേസമയം റഷ്യയിൽ പോകുന്നവർ 34% കൂടിയെന്നും കണക്ക്. ട്രംപിന്റെ വ്യാപാര യുദ്ധത്തോട് പിടിച്ചു നിൽക്കാൻ കയറ്റുമതി പ്രോത്സാഹനത്തിന് കേന്ദ്രം കൂടുതൽ ഫണ്ട് മാറ്റിവെക്കുമെന്ന് റിപ്പോർട്ടുകൾ. വ്യാപാര ചുങ്കത്തിന്റെ കാര്യത്തിൽ US-ഉമായി ഒരു കരാറുമായിട്ടില്ലെന്ന് ഇതിനിടെ വാണിജ്യ സെക്രട്ടറി പാർലമെന്റ് സമിതിയിൽ. സ്വർണ്ണ വ്യാപാരി സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന് വിരാമം. ഇന്നു മുതൽ സംസ്ഥാനത്തെ എല്ലാ ജുവല്ലറികളിലും സ്വർണത്തിന് ഒറ്റ വില. പവൻ വില 240 രൂപ താഴ്ന്ന് 64,160 രൂപയിൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.